പഞ്ചമഹാക്ഷേത്രങ്ങളിലൊന്നായ അയ്യപ്പൻകോവിൽ ശ്രീധർമ്മശാസ്താ ക്ഷേത്രം തല ഉയർത്തി. ഇനി പ്രതിഷ്ഠയ്ക്കായുള്ള കാത്തിരിപ്പാണ്. ക്ഷേത്രം ഉയർന്നതോടെ സഞ്ചാരികളുടെ ബാഹുല്യം വർദ്ധിച്ചു. പെരിയാറിന്റെ തീരത്ത് ഉയർന്ന ക്ഷേത്രം ആരെയും ആകർഷിക്കും വിധമാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇടുക്കി ജില്ലയിൽ അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലാണ് പുരാതനമായ ശ്രീധർമ്മശാസ്താ ക്ഷേത്രം. പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട 5 ശാസ്താ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. അയ്യപ്പൻകോവിലും ആര്യങ്കാവും കുളത്തൂപ്പുഴയും ശബരിമലയുമാണ് മറ്റുള്ളവ. ഇവയെല്ലാം ഭഗവാന്റെ ഓരോ ഭാവങ്ങളെ അടിസ്ഥാനമാക്കിയാണ് പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നതെന്ന് ഐതിഹ്യം. ഇടുക്കി ഡാമിന്റെ പ്രധാന ഭാഗത്താണ് ക്ഷേത്രം. ശ്രീകോവിലിന്റെ വടക്ക് ഭാഗത്ത് ഗുഹയുണ്ട്. പാണ്ഡവരുടെ വനവാസകാലത്ത് ഗുഹയൊക്കെ നിർമ്മിച്ചതാണെന്നും ഇതിന്റെ മറ്റേ വാതിൽ തുറക്കുന്നത് പെരിയാർ, ശബരിമല, മധുര മീനാക്ഷി ക്ഷേത്രം എന്നിവിടങ്ങളിലേക്കാണെന്നും പഴമക്കാർ പറയുന്നു. ഇവിടെ കാണുന്ന നിലവറ മേൽശാന്തി ശാന്തിമഠമായി ഉപയോഗിച്ചതാണെന്നും പറയപ്പെടുന്നു. ക്ഷേത്രത്തിന് പിന്നിലൂടെ പരിപാവനമായ പെരിയാർ ഒഴുകുന്നു. ക്ഷേത്രത്തിന് പടിഞ്ഞാറ് ഭീമൻ ചുവട്, സീതക്കയം എന്നീ പ്രദേശങ്ങളുമുണ്ട്. പാറ കൊണ്ട് കെട്ടിയ പീഠത്തിനു മുകളിൽ ശ്രീകോവിൽ. ശ്രീകോവിലിൽ ധർമ്മശാസ്താവ് കിഴക്കോട്ട് ദർശനം. വടക്ക് ഭാഗത്ത് മാളികപ്പുറത്തമ്മ, കന്നിമൂലയിൽ ഗണപതി എന്നിങ്ങനെയാണ് പ്രതിഷ്ഠ. കർക്കിടക വാവുബലിക്കും ക്ഷേത്രം പ്രശസ്തമാണ്. ഇടുക്കി ജലസംഭരണിയുടെ ഉള്ളിലാണ് ക്ഷേത്രം. അണക്കെട്ടിൽ ജലനിരപ്പ് ഉയരുമ്പോൾ വെള്ളം കയറി മൂടും. ഇതിന് പരിഹാരമായി ക്ഷേത്രം ഉയർത്തണമെന്ന ആഗ്രഹവും ഇപ്പോൾ സഫലമായിരിക്കുകയാണ്. ക്ഷേത്ര നിർമ്മാണം ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞു. ഫെബ്രുവരി 10-ന് പഞ്ചലോക വിഗ്രഹ പ്രതിഷ്ഠ ക്ഷേത്രത്തിൽ നടക്കും. പഞ്ചമഹാക്ഷേത്രത്തിൽപ്പെട്ട ഒരു ക്ഷേത്രമായിരുന്നു ഈ ക്ഷേത്രം. ഇത് പരശുരാമനാൽ പ്രതിഷ്ഠിതമായ ഒരു ക്ഷേത്രമാണ്. അച്ചൻകോവില്, ആര്യങ്കാവ്, കുളത്തൂപ്പുഴ, ശബരിമല, അയ്യപ്പൻകോവിൽ എന്ന് പറയുന്ന ഈ ക്ഷേത്രം പല കാരണങ്ങളാൽ പലരുടെ ഭാഗത്തു നിന്നും പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഇലക്ട്രിസിറ്റി ലാസ്റ്റ് ഏറ്റവും അവസാനം ഇടുക്കി പദ്ധതിക്ക് വേണ്ടി ബോർഡിന്റെ ഭാഗത്തു നിന്ന് ഈ ക്ഷേത്രം പൊളിച്ചു കളയുകയുണ്ടായി. എന്നാൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ ഇത് ഇവിടുത്തെ ഭക്തജനങ്ങളെല്ലാം കൂടെ കൂടി വിശുദ്ധ പരിഷത്തിന്റെ നേതൃത്വത്തിൽ 2000 വിശുദ്ധ പരിഷത്തിൽ ക്ഷേത്രം ഏറ്റെടുത്തു. അപ്പോൾ അന്ന് മുതലുള്ള ജനങ്ങളുടെ എല്ലാം പ്രാർത്ഥനയും എല്ലാവരുടെയും ഒരു പരിശ്രമത്തിന്റെ ഫലമായിട്ട് നമുക്ക് ഈ ക്ഷേത്രം വീണ്ടും അതിഗംഭീരമായിട്ട് തന്നെ പുനരുദ്ധരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ ഈ വരുന്ന ഫെബ്രുവരി മാസം 10-ാം തീയതി നമ്മൾ പുനഃപ്രതിഷ്ഠ നടത്തുകയാണ്. പഞ്ചലോഹ വിഗ്രഹമാണ് പ്രതിഷ്ഠിക്കുന്നത്. വില്ലാളി വീരന്റെ ആ അയ്യപ്പൻകോവിലിന്റെ ആ ക്ഷേത്രത്തിന്റെ പഴയ പ്രവൃത്തം നമ്മൾ വീണ്ടെടുക്കാൻ നമുക്ക് ഭഗവാന്റെ അനുഗ്രഹത്താൽ സാധിച്ചു. ഫെബ്രുവരി 3 മുതൽ 26 വരെയാണ് പ്രതിഷ്ഠാ മഹോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിനുണ്ടായിട്ടുള്ള പാപപരിഹാര ക്രിയകൾ നാളെ മുതൽ 2 ദിവസമായി പൂർത്തിയാക്കും. എല്ലാ വർഷത്തെക്കാളും വിപുലമായ രീതിയിലാണ് ഉത്സവ ചടങ്ങുകൾ ഈ വർഷം സംഘടിപ്പിച്ചിരിക്കുന്നത്. KK ജയകുമാർ, ഇടുക്കി വിഷൻ ന്യൂസ്, അയ്യപ്പൻകോവിൽ.